ചിലപ്പോ രാത്രി 2 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഉറങ്ങുന്നത്. അതൊന്നും അവിടെ മാറ്റർ അല്ല. ആദ്യമായി ചെയ്ത പടം ആൻഡപ്പന്റെ അത്ഭുതമാണെങ്കിലും ഇപ്പോഴും വരാൻ നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ചെയ്തതാണ് വേഗം വേഗം റിലീസ് സംഭവിച്ചേക്കുന്നത്. ഞാൻ ഈ ചെയ്ത വർക്ക് ഇപ്പൊ ഞാൻ 11 മൂവിയുടെ എനിക്ക് ആക്ടിങ്ങിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഭാഗമാകാൻ പറ്റി. അതില് ഏറ്റവും ലാസ്റ്റ് ചെയ്തതും എന്നാൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിച്ചത് പ്രഗ്നന്റ് വിഡോ തന്നെയായിരുന്നു. പ്രഗ്നന്റ് വിഡോ ഏകദേശം ജൂണില് ഷൂട്ട് തുടങ്ങിയതാണ്. ജൂലൈ ആയപ്പോഴത്തേക്കും നമുക്ക് ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റ് ആദ്യമൊക്കെ ആയിട്ട് ഫെസ്റ്റിവൽസിനൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ഒരു പെട്ടെന്ന് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ ചെയ്തു. ഏറ്റവും പെട്ടെന്ന് സംഭവിച്ച ഒരു തുടങ്ങിയതും പെട്ടെന്നായിരുന്നു. 2 ദിവസത്തിന് അറിഞ്ഞ് 2ാമത്തെ ദിവസം ജോയിൻ ചെയ്തു. പടത്തെ കുറിച്ച് അറിഞ്ഞ് 2ാമത്തെ ദിവസം ജോയിൻ ചെയ്യുന്നു. ഷൂട്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ, അവസാനം കൊൽക്കത്ത ഫെസ്റ്റിവല്, ഇതൊക്കെ കഴിഞ്ഞത് നമ്മള് അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഫെസ്റ്റിവൽ കഴിഞ്ഞു, ഈ പടം സംഭവിച്ചു, ഞാൻ അതിൽ അഭിനയിച്ചു. എനിക്ക് ഇപ്പോഴും ചില സമയത്ത് വിശ്വസിക്കാൻ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നമുക്കൊരു ശ്വാസം വിടാനുള്ള ഇതിലാണ് വേഗമായിരുന്നു നടന്നിരുന്നത്. അതെ. എളുപ്പം ഏതാണ് ചെയ്യാനായിട്ട്? പ്രത്യേകിച്ചും പഠിച്ചതും ചെയ്യാൻ ഉദ്ദേശിച്ചതും പുറത്തു പോകാൻ നിന്നിരുന്ന ഒരാളാണ്. അവിടെ നിന്നാണ് കരിയർ ഒരു തിരിവ് വരുന്നത് തന്നെ. ഇപ്പോ അക്കൗണ്ടിങ് അങ്ങനെ പ്രാക്ടീസ് എല്ലാം ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. ഇപ്പം ജോലിയുടെ പറഞ്ഞപ്പോ നമുക്കിപ്പം ആക്ടിംഗ് ആണേലും ഡയറക്ഷൻ ആണേലും എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. ഈ ബുദ്ധിമുട്ട് നമ്മൾ അറിയാതെ പോകുന്നത് നമ്മൾ എത്ര ഇൻട്രസ്റ്റ് ആ ചെയ്യുന്ന കാര്യത്തിലുണ്ടെന്നുള്ളത്. നമുക്കത് ഇൻട്രസ്റ്റഡ് ആകുമ്പോൾ അതിനുവേണ്ടി എന്തും സ്ട്രെസ് എടുക്കാനും എന്തുമാത്രം റിസ്ക് എടുക്കാനും നമ്മൾ തയ്യാറാകും. അപ്പൊ നമ്മൾ ആ ഒരു ഇഷ്ടത്തോടുകൂടി അത് ചെയ്യുമ്പോൾ നമ്മൾ അത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. ആക്ടിംഗ് ആണേലും ചിലവരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ചിലപ്പോൾ അത് സിമ്പിൾ ആണ്. പക്ഷെ നമ്മൾ ആ ഒരു ക്യാരക്ടറിന്റെ ഇമോഷൻ ഉൾക്കൊണ്ട് നമ്മള് നമുക്ക് ചുറ്റും പലരും പല ലോകത്തായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അവിടെ പല നോയ്സും കാര്യങ്ങളും അതും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടറായി മാറണം. അവിടെ എന്താണോ ആ ക്യാരക്ടർ കരയുന്ന ഇമോഷൻ അത് നമ്മൾ അവിടെ കൊണ്ടുവന്നേ പറ്റുള്ളൂ. ചിലപ്പോ പല പേഴ്സണൽ ഇഷ്യൂസിലാവാം. അതൊന്നും അവിടെ മാറ്റർ അല്ല. അപ്പം അതിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഏതിനാണേലും ഉണ്ട്. പക്ഷെ ഇപ്പം ഡയറക്ഷൻ ആണേലും പ്രൊഡക്ഷൻ ആണേലും ഞാൻ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ ചിലപ്പോ രാത്രി 2 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഉറങ്ങുന്നത്. എന്നിട്ട് 1 മണിക്കൂർ ചിലപ്പോൾ റെസ്റ്റ് ചെയ്തിട്ട് 3 മണിയാകുമ്പോൾ പിന്നെ എണീറ്റ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ പ്രൊഡക്ഷൻ സമയത്ത് ചിലപ്പം എന്തെങ്കിലും ഓൺ ദ വേ ആയിരിക്കും, വേണ്ട എക്യുപ്മെന്റ്സ് എന്തെങ്കിലും വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അത് ഫോളോ അപ്പ് ചെയ്യണം. എന്നാലേ ടൈമിന് ഷൂട്ട് തുടങ്ങുള്ളൂ. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഉണ്ട്. പക്ഷെ നമ്മളത് എൻജോയ് ചെയ്ത് ചെയ്യുന്നു. പഠിക്കാൻ നമ്മളെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേറെ ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇതുമായിട്ടൊരു അറിവില്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് എങ്ങനെ നേടാം, നമ്മളെ തന്നെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഇന്നത്തെ ജനറേഷനും ഒക്കെ അറിയാലോ, തീർച്ചയായിട്ടും അപ്ഡേഷൻ ഇല്ലാതെ നമുക്ക് ഒരു കാര്യം നടക്കൂല. ഇത്ര ബോൾഡായ ക്യാരക്ടേഴ്സുകള് നമ്മൾ സെലക്ട് ചെയ്യുമ്പോ ആരെങ്കിലും ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടോ? പ്രത്യേകിച്ചും വീട്ടുകാരുമായി പറഞ്ഞേക്ക് ഇതുപോലൊരു റോള് വന്നിട്ടുണ്ട്, എങ്ങനെയാ അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ തേടാറുണ്ടോ? പ്രോജക്റ്റുകള് ചെയ്യുമ്പം ഞാനാണല്ലോ ഇത് ചെയ്യണ്ടേ. എനിക്കാണല്ലോ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. പക്ഷെ ഇതിലൊരു എനിക്ക് അത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിലപ്പം ഇപ്പം ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ ആരോടും ഡിസ്കസ് ചെയ്തിട്ടില്ല. പ്രഗ്നന്റ് വിഡോയെ കുറിച്ചിട്ട് ഞാൻ ആരോടും ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ആദ്യം ചെയ്ത പടം ആൻഡപ്പന്റെ അത്ഭുത പ്രവൃത്തികളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഹീറോയിനായിട്ട് ചെയ്ത പടമാണേലും അതുപോലെ തന്നെ 19ാം നൂറ്റാണ്ട് വിനയൻ സാറിന്റെ ഡയറക്ട് ചെയ്ത മൂവിയാണ്. അപ്പം ആ പടമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ബിബിൻ ചേട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പൊ അത് ഒരു 19ാം നൂറ്റാണ്ടിലുള്ള ഒരു സാഹചര്യവും പിന്നെ അതിന്റെ ഒരു കോസ്റ്റ്യൂമും ഒക്കെ അങ്ങനെ ആയതുകൊണ്ട് ഞാനത് ചെയ്താൽ എങ്ങനെയായിരിക്കും, ഓക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷെ അതൊരു മൂവി വന്നു കഴിഞ്ഞപ്പോ നമ്മൾ സംസാരിച്ചപ്പോ അതൊരു നായികയും നായികയുടെ 5 കൂട്ടുകാരികളും അതിലൊരു കൂട്ടുകാരിയായിട്ടുള്ള കൂട്ടുകാരിയാണ്. അങ്ങനെയായിരുന്നു. പക്ഷെ പടം വന്നപ്പോ ലെങ്തും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഞങ്ങളുടെയൊക്കെ സീനുകളൊന്നും അങ്ങനെ ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് കിട്ടുകയൊന്നുമില്ല. അവരിൽ ഒരാളായി മാറി ഒരു ഇത് വന്നു. അപ്പം എന്നാൽ പോലും ഞാനത് സെലക്ട് ചെയ്തപ്പോൾ ബിബിൻ ചേട്ടനുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു ചെയ്തത്. പിന്നെ ആയാലും ഞാൻ പടങ്ങൾ തുടങ്ങുമ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നൗഫാസ് ചേട്ടനൊക്കെ ആയിട്ടൊക്കെ ആണെങ്കിലും ഞാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ പ്രജേഷ് ചേട്ടന്, പിന്നെ എം പത്മകുമാർ പപ്പേട്ടന്റെ 10ാം വളവിൽ ഞാൻ ആക്ട് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ അവരുടെയൊക്കെ ഞാൻ വർക്ക് ചെയ്ത എല്ലാവരോടും തന്നെ ഞാനുമായിട്ട് അല്ലാതെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഇൻഡസ്ട്രിയിലുള്ള ആളുകളൊക്കെ ആയിട്ട് ഞാൻ പറയും, ഒരു പ്രാർത്ഥന വേണം, അനുഗ്രഹം വേണം പറഞ്ഞിട്ടാണ് ഷൂട്ടിലേക്ക് പോകുന്നത്. കൗണ്ടിനിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ചും ആസിഫ് അലി എന്ന് പറയുന്ന ഒരാളുടെ കൂടെ അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസുകളൊക്കെ?
ഹൗഡിനി എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്റെ ഹൃദയത്തിലുള്ള ഒരു മൂവിയാണ്. കാരണം പ്രജേഷ് ചേട്ടൻ, പ്രജേഷ് ക്യാപ്റ്റൻ, വെള്ളം, മേരി ആവാസുനോ, സീക്രട്ട് ഓഫ് വുമൺ ഈ മൂവീസ് ഒക്കെ ചെയ്ത, അതുപോലെ റോക്കട്രിയുടെ കോ ഡയറക്ടർ ആയിരുന്നു. പ്രജേഷ് ചേട്ടന്റെ കൂട്ടത്തില് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം ഈ ഹൗഡിനി തുടങ്ങുന്നതിന് മുന്നേ ഒരു നോർത്ത് ഇന്ത്യൻ രാജസ്ഥാനി ആയിട്ടാണ് എന്റെ ക്യാരക്ടർ വരുന്നത്. ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട് എന്ന് പറയുകയും ആ ഒരു കഥാപാത്രം കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ എനിക്ക് എന്റെ രാജസ്ഥാനും കോഴിക്കോടും ഒക്കെ ആയിട്ടായിരുന്നു സീൻസ് ഒക്കെ. കോഴിക്കോട് വെച്ചിട്ടായിരുന്നു പൂജ. അവിടെ നിന്നാണ് ഷൂട്ട് തുടങ്ങിയത്. പിന്നീടായിരുന്നു സെക്കൻഡ് ഷെഡ്യൂൾ ആയിട്ടായിരുന്നു രാജസ്ഥാൻ. അപ്പൊ രാജസ്ഥാനിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഷൂട്ട് തുടങ്ങി. അപ്പം ആസിഫിക്കെ ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് നേരിട്ട് കാണുന്നതും ഒക്കെ. അപ്പം ആസിഫിക്കും ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്ന് അറിയില്ലല്ലോ, നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് അല്ലല്ലോ. അപ്പൊ അദ്ദേഹം വിചാരിച്ചിരുന്നത് ഞാനൊരു നോർത്ത് ഇന്ത്യൻ അവിടുത്തെ ഏതോ ആർട്ടിസ്റ്റ് ആണെന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് ഞാൻ മലയാളിയാണെന്ന് മനസ്സിലാകുന്നത്. എന്നിട്ട് പിന്നെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ കൂട്ടത്തിൽ എങ്ങനെ പെർഫോം ചെയ്യും. ആസിഫിക്കയോടൊപ്പം ആസിഫിക്കയും ഞാനും, അതുപോലെ തന്നെ പ്രശാന്ത് നാരായണൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ട്, അദ്ദേഹമായിരുന്നു എന്റെ മുത്തശ്ശനായിട്ട്. അപ്പൊ അദ്ദേഹമായിട്ടും ഞങ്ങൾ മൂന്നുപേരുള്ള സീൻസും ആസിഫിക്കയുടെ കൂടെയുള്ള സീൻസും ഒക്കെ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അവര് രണ്ടുപേരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ട് വളരെ രസമായിട്ട്, പ്രത്യേകിച്ച് രാജസ്ഥാനില് നല്ലൊരു നമുക്ക് കാണാനും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. പിന്നെ അതുപോലെ തന്നെ ഗുരു സോമസുന്ദരം ഗുരു സാർ ഉണ്ടായിരുന്നു. അദ്ദേഹവും വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. രാജസ്ഥാനും അതെ, അവിടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പിന്നെ എനിക്ക് കോഴിക്കോടും ഷെഡ്യൂൾ, എനിക്ക് ക്ലൈമാക്സ് കോഴിക്കോടായിരുന്നു. കൂടുതലും രാജസ്ഥാനാണ് രാജസ്ഥാനായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു ഓർക്കുന്ന ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല്, അവിടുത്തെ ഒരു വില്ലേജില്, ഉൾ ഏരിയയിൽ നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ഒരു പിന്നെ ഏരിയയിൽ ഒരു ചേച്ചി വന്നേച്ചിട്ട്, ഒരു അമ്മച്ചി വന്നേച്ചിട്ട് എന്റെ അടുത്ത് ചോദിച്ചു ഏത് ഗാവിലെയാണെന്ന് ചോദിച്ചു. അപ്പം അത് അവരുടെ ഹിന്ദിയിലല്ല ചോദിക്കുന്നത്, ഹിന്ദി എനിക്ക് മനസ്സിലാവും. അപ്പൊ നമ്മളെ അവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു, അവരുടെ ഭാഷ മനസ്സിലാവുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ഏത് ഗാവിലെയാണെന്നാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോ അവർക്കത് നമ്മൾ അവിടുത്തെ ആളായിട്ട് ഫീൽ ചെയ്തു, ആർട്ടിസ്റ്റ് ആണെന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. അപ്പൊ ഇടയ്ക്ക് ആസിഫിക്കാണെങ്കിലും പറയാം, ഞങ്ങൾ ഇടുക്കിക്കാരങ്ങനെയാ, ഞങ്ങള് ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ആ ഒരു മേക്ക് ഓവറിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും, ഞങ്ങള് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാ എന്നൊക്കെ പറയൊക്കെ ചെയ്തു. അപ്പൊ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുന്ന്. അത് എനിക്കത് സന്തോഷമാണ്. നമുക്കും ഇപ്പൊ ഇതിപ്പം വേറൊരു രാജസ്ഥാനിയായിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റും. അത് ആ നോർത്ത് ഇന്ത്യൻ ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്തല്ലോ. അപ്പൊ അത് നല്ലതാണ് അങ്ങനെയുള്ള കഥാപാത്രം തീർച്ചയായിട്ടും ഒരു കിട്ടുന്നത്. മലയാളീനെ കണ്ട് നമുക്കൊരു നോർത്ത് ഇന്ത്യൻ എന്ന് തോന്നാന്ന് പറയുന്നത് തന്നെ അതൊരു പൊതുവെ ആൾക്കാര് എക്സ്പീരിയൻസ് ആണത്. അതെ, അത് പൊതുവെ ആൾക്കാര് കാണുമ്പോ എപ്പോഴും പറയാറുണ്ട് ഒരു മലയാളി ലുക്കേ ഇല്ല. ചിലപ്പോ അതാവാം പ്രജേഷേട്ടൻ അതിലേക്ക് കാസ്റ്റ് ചെയ്തതും. ഓക്കെ. പ്രഗ്നന്റ് വിഡോയിലെ അനുഭവങ്ങൾ പ്രത്യേകിച്ചും കുറച്ച് ടഫായ ഒരു ക്യാരക്ടറാണ്. ഇത്ര ഒരു ചെറിയ ഒരാൾക്ക് അത്രയും വലിയ ഒരു ഇതൊക്കെ ആയിട്ട് കോസ്റ്റ്യൂം ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ അനുഭവങ്ങളൊക്കെ? എനിക്ക് കോസ്റ്റ്യൂം കേട്ടപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നേ, കൊൽക്കത്ത ഫിലിം ഫെസ്റ്റിവലില് ഫസ്റ്റ് പിന്നെ സ്ക്രീനിങ്ങിന്റെ അന്ന് അവിടെ നമുക്ക് ഒഫീഷ്യൽ ആയിട്ടിരുന്ന ഒരു മാം ഉണ്ടായിരുന്നു. അപ്പം മാം പടം കണ്ടു കഴിഞ്ഞിട്ട് അതിനെ കുറിച്ചിട്ടുള്ള റിവ്യൂസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയാണ്, പടം തുടങ്ങിയപ്പോ ഞാൻ ഓർത്തു ഈ കുട്ടി എങ്ങനെ ഈ ക്യാരക്ടർ ക്യാരി ചെയ്യും, ഇത് ആളുടെ കയ്യിൽ നിൽക്കൂ എന്ന് വിചാരിച്ചു. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പുള്ളിക്കാരത്തിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നി, നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞല്ലോ, എന്നെ കാസ്റ്റ് ചെയ്യുമ്പോഴും അവിടെയുള്ളവർക്കെല്ലാം ചെയ്യൂ എന്നുള്ളൊരു, കാരണം അവർക്ക് കഥ അറിയാം. ആയിരുന്നു. അവർക്ക് കഥ നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഇപ്പം അതിന്റെ മെയിൻ പിന്നെ ക്രൂവിന് എന്തായാലും അതിന്റെ കഥ, അതിന്റെ ഫുൾ ഡെപ്തിൽ അറിയാൻ പറ്റും. അപ്പൊ എന്നെ കാണുമ്പോൾ ഞാനിത് ചെയ്യൂ എന്ന്, പ്രത്യേകിച്ച് ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും അല്ല, ഇതിനു മുന്നേ അത്രയും ഇതായിട്ടുള്ള പടങ്ങളൊന്നും ചെയ്തിട്ടുമില്ല. അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ നല്ലതായിരുന്നു. അവര് ശരിക്കും ഡയറക്ടർ ആണേലും പിന്നെ ഡയറക്ടർ ഉണ്ണിക്കയർ ആണ് പടത്തിന്റെ ഡയറക്ടർ. അദ്ദേഹം പിന്നെ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും കുപ്രസിദ്ധ പയ്യൻ, മൂൺവാക്ക് ഇതിന്റെയൊക്കെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. ഒരു 10-30 വർഷം അടുത്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തൊരു ഡയറക്ടർ. അതുപോലെ തന്നെ സാറ് ചെയ്ത ഓങ്കാര എന്ന് പറഞ്ഞ പടം ഇതുപോലെ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിനൊക്കെ പോയിട്ട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള മൂവിയാണ്. അപ്പൊ അദ്ദേഹം ആണേലും, അതുപോലെ തന്നെ ക്യാമറാമാൻ സാംലാൽ പി തോമസ് ആണ്. സാം ചേട്ടൻ ആളങ്കം എന്ന് പറഞ്ഞ മൂവിയുടെ ഒക്കെ നാഷണൽ അവാർഡ് കിട്ടിയ മൂവിയുടെ ഒക്കെ ക്യാമറാമാൻ ആയിരുന്നു. അതുപോലെ രാജേഷ് തില്ലങ്കേരി, രാജേഷ് സാറാണ് ഇതിന്റെ റൈറ്റർ. നമുക്കിപ്പോ കണ്ടിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കര സ്ട്രെസ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രം അനുഭവിക്കുന്ന ആ ഒരു വിങ്ങല് ഒക്കെ ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളത് വളരെ കൂളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഫിസിക്കലി കുറെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം
നമ്മളിപ്പോ ആ ഒരു ഗർഭം ആ ഒരു ഇത് വെച്ച് കെട്ടി നമ്മള് നിക്കുമ്പോ നമ്മള് നമ്മുടെ വയറിനോട് ചേർത്താണ് കെട്ടുന്നത്. അപ്പം നമ്മള് ഇതൊരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്യുന്ന ഒരു പടം വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ അധികം ടൈം എടുക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ അടുത്തടുത്ത ഷോട്ടുകളാണെങ്കിലും സീനുകളാണെങ്കിലും എടുത്തു പോവുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ അധികം ബ്രേക്ക് ഒന്നും എടുത്തിട്ടില്ല. അപ്പം എനിക്കായാലും ഇത് ഞാൻ കൂടുതലും രാവിലെ അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതൊന്ന് റിമൂവ് ചെയ്യുന്ന പോലുമില്ല. ഉച്ചയാവുമ്പോൾ ലഞ്ച് ബ്രേക്ക് ടൈമിൽ വാഷ്റൂമിൽ പോകുന്ന സമയത്താണ്, ബ്രേക്ക് ടൈമിൽ ഫുഡ് കഴിക്കും പോലും ഞാനിത് വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അപ്പം പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കങ്ങ് വയറിലൊക്കെ അങ്ങ് ഇത് ഈ സ്റ്റിക്കി ആണല്ലോ, നമുക്ക് തൊലി പോകാൻ തുടങ്ങി. അതിന്റെ ഒരു പെയിന്, ഇനി മുറിവിലെ ചെറിയ മുറിവ് വന്നിട്ട് നമ്മൾ അതേലോട്ട് ഇത് പിന്നെയും വെച്ച് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അത് ഇത് ഒരു ഒരയുമ്പോൾ ഇറിറ്റേഷൻ ആണ്. പാലക്കാടാണ്, ഭയങ്കര ചൂടാണ്. ഔട്ട്ഡോർ ഒക്കെ നമുക്ക് ഒരു വഴി ഓപ്ഷനും ഇല്ലല്ലോ, നമുക്ക് ആ ചൂട് ഇത് ചെയ്താൽ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ പിന്നീട് ഇത് എപ്പോഴും അഴിക്കാനും, നമുക്ക് ഒരു വാഷ്റൂമിൽ പോണേ പോലും ഇത് ഫുൾ അഴിച്ചാലേ നമുക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര വെള്ളം കുടിക്കുന്നത് കുറച്ചു. ഇത് കഴിഞ്ഞിട്ട് ഷൂട്ട് കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ അതിന്റെ ഇഷ്യൂസ് വേറെ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടായി. അല്ലാതെ വളരെ എൻജോയ് ചെയ്ത് റിലാക്സ്ഡ് ആയിട്ട് ഇവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട്, പ്രത്യേകിച്ച് ഡയറക്ടറും ഞാൻ പറഞ്ഞില്ലേ ക്യാമറമാനും രാജേഷ് സാറും ഇവരൊക്കെ വളരെ സപ്പോർട്ടീവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതില് ഇപ്പം സജേഷ് ചേട്ടനായിരുന്നു പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്ന. സജേഷ് ചേട്ടനാണേലും പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണേലും പിന്നെ കോ ആർട്ടിസ്റ്റുകൾ പ്രത്യേകിച്ച് പറയേണ്ട ശിവൻ ചേട്ടനാണ് എന്റെ അമ്മായിപ്പനായിട്ട് ചെയ്തിരിക്കുന്നത്. ശിവൻ ചേട്ടന് പിന്നെ ഒരുപാട് പടങ്ങളിൽ ആക്ട് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ ശിവൻ ചേട്ടനാണേലും പിന്നെ എന്റെ സിസ്റ്ററായിട്ട് എന്റെ ഹസ്ബൻഡായിട്ട് ചെയ്ത നായകനായിട്ട് ചെയ്തിരിക്കുന്ന അജേഷ് ചേട്ടനാണേലും, അജേഷ് ചേട്ടന്റെ പെങ്ങളായിട്ട് അഭിനയിക്കുന്ന അഖില, അതുപോലെ തന്നെ നമ്മുടെ തുഷാര പിള്ള, പേര് അംബിക അല്ലെ? അംബിക, തുഷാര ചേച്ചിയാണേലും ആർട്ടിസ്റ്റുകൾ എല്ലാവരും വളരെ നമ്മളെ ആ ഒരു കഥാപാത്രം ചെയ്യുന്നതിന് വേണ്ടി നമ്മളോട് ചേർന്ന് നിന്ന് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പൊ അങ്ങനെ ലൊക്കേഷനിലുള്ള എല്ലാവരും തന്നെ, പിന്നെ എഡിറ്റർ സുജിർ ബാബു, സുജിർ ഏട്ടന്, അങ്ങനെ ഇതിന്റെ മറ്റ് സൈഡുകളിൽ വളരെ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടീവ് ആയിരുന്നു. ആയിരുന്നു. ഇപ്പൊ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും ഓരോ ഏരിയയിൽ ചെല്ലുമ്പോഴാണേലും എഡിറ്റിങ്ങിന് ചെല്ലുമ്പോഴാണേലും മ്യൂസിക്കിന് ചെല്ലുമ്പോഴാണേലും അവരൊക്കെ നമ്മളെ വിളിച്ചിട്ട് പടം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു മുന്നോട്ട് പോകാനുള്ള മോട്ടിവേഷൻ ആണ്. ഫ്യൂവലാണല്ലോ. നല്ലൊരു ക്രൂ ആയിരുന്നു, നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ള. ഞാൻ പറഞ്ഞ തുഷാര ചേച്ചി അവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. പിന്നെ സന്തോഷ് പിന്നെ ആർട്ടിസ്റ്റ് സന്തോഷ് ചേട്ടന്, അതുപോലെ തന്നെ സജി ചേട്ടന്, സജിലാല് സജി ചേട്ടന്, അങ്ങനെ അതിൽ അഭിനയിച്ച ഓരോരുത്തരും നമ്മള് ഇത്ര വളരെ സ്ട്രോങ് സപ്പോർട്ടീവ്. ആയ ഈ ഫിലിം ആദ്യമായിട്ട് വന്നത് നമ്മുടെ കൊൽക്കത്ത ഫിലിം ഫെസ്റ്റിവലാണ്. അതെ, മലയാളത്തിൽ അത് ശ്രദ്ധേയം പറ്റിയില്ല. അതില് എന്താണ് പറയാനായിട്ടുള്ളത്? അത്ര നല്ല സ്ട്രോങ് ആയ ഒരു ക്യാരക്ടർ അല്ലായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അങ്ങനെയല്ല ഇത്. പടം റിലീസ് ആയിട്ടില്ല. നമ്മള് ഫെസ്റ്റിവൽസ് ആണ് ഫസ്റ്റ് ഫോക്കസ് ചെയ്തേ. ഫെസ്റ്റിവൽസിന് നമ്മൾ സബ്മിറ്റ് ചെയ്തു. ഫസ്റ്റ് വന്നത് കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഇത് വന്നപ്പോൾ നമ്മൾ ഇന്ത്യൻ മൂവി കോമ്പറ്റീഷനിലേക്ക് ഫിലിം സെലക്ട് ആയി. അവിടെ ആയിരുന്നു നമ്മുടെ പ്രീമിയർ. ഓക്കെ. അപ്പൊ പ്രീമിയർ നമുക്ക് അവിടെ 3 സ്ക്രീനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഫിലിം സെലക്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടേക്ക് ബെസ്റ്റ് ആക്ട്രസ് കാറ്റഗറിയിലേക്ക് നോമിനേഷൻ ആയിട്ടുണ്ടെന്നാണ് സാറ് പറഞ്ഞത്. ബെസ്റ്റ് ഫിലിമിലേക്കും ഡയറക്ടറും ഒക്കെ നോമിനേഷൻ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോ കർണാടക ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച നിൽപ്പുണ്ട്. ഉണ്ട്. ഇനി അത് അവിടുത്തെ ഫെസ്റ്റിവലിൽ നമ്മൾ അവിടെ സ്ക്രീനിങ് ഉണ്ടാവും. വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പം കർണാടക ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്, അവിടെ ഉണ്ടാവും. പിന്നെ ചെന്നൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വന്നു, അവിടേക്കും സെലക്ട് ആയിട്ടുണ്ട്. അവിടെ 2 സ്ക്രീനിങ് ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം അടുത്ത മാസം ഡിസംബർ ഫസ്റ്റ് വീക്കാണ് അതിന്റെ ചെന്നൈയിൽ വരുന്നത്. ഈ ഫെസ്റ്റിവൽ എല്ലാം കഴിഞ്ഞായിരിക്കും നമ്മൾ തിയേറ്ററിന്റേത് റിലീസ് എന്ന് പറഞ്ഞാൽ. അപ്പോഴാണല്ലോ നമ്മള് ആളുകളിലേക്ക് എത്തുന്നത്. അതായത് നമ്മൾ ഫെസ്റ്റിവൽ ഓഡിയൻസ് അല്ലാതെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ആളുകളിലേക്കും സിനിമ എത്തുന്നതും കാണുന്നതും അപ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ കിട്ടുന്നത്. പക്ഷെ കൽക്കട്ടയില് പിന്നെ എനിക്കറിയില്ല എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇനി ഒരു മൊമെന്റ്സ് ഉണ്ടാവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് എന്നും ജീവിതത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ആ ഇതിലെ അനുഭവങ്ങൾ മാത്രം മതി മുന്നോട്ട് പോവാനായിട്ട്. ഇനിയും ചെയ്യണം എന്നുള്ള ഒരു ഇത് നമുക്ക് കിട്ടും. അത്രയും നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടിയ ഒരു മൊമെന്റ്സ് ആയിരുന്നു അവിടെ. ചിലവര് നന്നായെങ്കിലും ചിലവർക്ക് പറയാൻ മടിയുണ്ടാവും. പക്ഷെ വന്ന് എക്സ്പ്രസ് ചെയ്യും. അത് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ എന്റെ കൺട്രോൾ പോയി, ഞാൻ ഇവിടെ നിന്ന് കരയാൻ തുടങ്ങി.